Hi, I'm Zahra B. Abdullah and I'm the General Secretary of St. Teresa's. ഒന്നാമത് കോളേജ് ഇസ് ഫുൾ ഓഫ് ടാലൻസ്, ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ അവരെല്ലാം ലീഡ് ചെയ്യുന്ന ഒരാളായിട്ടാവാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. ഇവിടെ വിട്ടു പോകാൻ എനിക്ക് ഒട്ടും തോന്നിയില്ല. ബിക്കോസ് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, STC ഇസ് എ വികാരം. There was a lot of people വന്ന് നമ്മളോട് പറയുന്നു, ചേച്ചി സുഖമാണോ, ചേച്ചി ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിരിക്കുന്നത് കാണാമല്ലോ, ചേച്ചിക്ക് ഹെൽപ്പ് വേണോ, അതൊക്കെ ചോദിക്കുമ്പം ഈവൻ ഇഫ് ഇറ്റ് വാസ് എ സ്മോൾ തിങ് യുനോ, ആ ഒരു ഇത് കിട്ടുമ്പം ഇറ്റ് വാസ് ഭയങ്കര ഹാപ്പി. ആൻഡ് ഐ വുഡ് സേ അതൊക്കെ യൂണിയൻ ഉള്ളതുകൊണ്ട് മാത്രം. ഞാൻ അടുത്ത ദിവസമായി കഴിഞ്ഞിട്ട് രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ പിള്ളേരും വേറെ കളർ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ്. ലുക്ക് ഇൻ ടു ദ ഗ്രൗണ്ട്, അവിടെ നിന്ന് നിറച്ചു മെസ്സി. ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ ക്ലാസ് റെപ്പ് ആയിട്ട് 3 പേര് കൈവക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ പൊക്കി, ആനി പൊക്കി, ദിയ പൊക്കി. അപ്പം സത്യം പറയാനാണെങ്കിൽ നമ്മുടെ 10 പൈസ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അത്ര എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് STC ഒരു യൂണിയനിൽ ഒരു മെമ്പർ ആകാൻ പറ്റത്തുള്ളൂ. ഡയറീസിന്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദ പവർ പാക്ക് STC സെന്റിനറി യൂണിയൻ 24-25. And here we have Amish Elizabeth Dinesh, chairperson of the college. Megha Maria Jose, University Union Councillor. Annie Joseph, Vice Chairperson. Zahra Abdullah, General Secretary. യെസ്. സോ നമ്മൾ 100th ഇയർ കടന്ന് ഇപ്പോൾ 101ാമത്തെ വർഷത്തിലേക്ക് കോളേജ് വന്നു. ആൻഡ് നിങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റിനറി യൂണിയൻ ദ 100th യൂണിയൻ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചേർന്ന് തന്നെ തുടങ്ങാം. ഹൗ ഡു യു ഫീൽ ബീങ് ദ സെൻറ്റിനറി ചെയർപേഴ്സൺ? ഭയങ്കര ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഗോഡ്. ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്നപ്പം നമ്മൾ ഈ തേജ ചേച്ചിയായിരുന്നു ആ സമയത്ത് ചെയർപേഴ്സൺ. അപ്പം അങ്ങനെ നോക്കിയിരുന്ന അതേ ഒരു പൊസിഷനിലോട്ട് തന്നെ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തായി കഴിഞ്ഞപ്പോൾ ഐ വാസ് ഭയങ്കര പ്രൗഡ്. ബിക്കോസ് ഒന്നാമത് കോളേജ് ഇസ് ഫുൾ ഓഫ് ടാലൻസ്, ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ അവരെല്ലാം ലീഡ് ചെയ്യുന്ന ഒരാളായിട്ടാവാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. യെസ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ആദ്യത്തെ വർഷത്തിലേക്ക് വരുമ്പം അമീഷ ചേച്ചീനെ നമ്മൾ കൂടുതൽ കാണുന്നത് MC അല്ലെ, കോളേജിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും മയക്കം പിടിച്ച ഒരാളുണ്ടാവും. ഇവരുടെ കലാഞ്ജലിക്കാണ് ഞാൻ ഭയങ്കര കാര്യമായിട്ട് ആങ്കർ ചെയ്തത്. അതായിരുന്നു ആക്ച്വലി ഇൻസ്പിറേഷൻ. കാരണം കലാഞ്ജലി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവര് കുറെ ഫസ്റ്റ് ഇയേഴ്സ് കുറെ മെസ്സേജ് ഒക്കെ അയച്ച് അങ്ങനെയാണ് എനിക്ക് ഓക്കെ. ഈവൻ ഐ റിമെമ്പർ ചേച്ചി ഹോം സയൻസിൽ അവരുടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. നിങ്ങൾ കൊടുത്ത ഫ്രഷേഴ്സ് ഡേക്ക് വന്നപ്പോഴത്തേക്കും ചേച്ചി ടാബും കൊണ്ടൊക്കെ നിൽക്കണം. അന്ന് ചേച്ചിയുടെ കയ്യിൽ ഫോണില്ലായിരുന്നു. ഫോൺ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ലൈക്ക് ഈ കോളേജിൽ ഒരു കുട്ടിയുടെ കയ്യിൽ ഫോണില്ലേ, ടാബ് കൊണ്ടൊക്കെ നടക്കുന്നത്. അങ്ങനെ യെസ്, അന്ന് തന്നെ നമ്മൾ ഇത്തിരി നോട്ട് ചെയ്ത ആളായിരുന്നു അമീഷ ചേച്ചി. ആൻഡ് പിന്നെ MC ആയിട്ട് കണ്ടു. അങ്ങനെ ഫൈനലി ചെയറായിട്ട് നിൽക്കുന്നു. ഓഫ് കോഴ്സ് ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ ചേച്ചിക്കാണ് നോട്ട് ചെയ്തത്. അത് ഈ മൊമെന്റിലെങ്കിലും എന്തായാലും പറഞ്ഞേക്കാം. സോ റൈറ്റ് ഫ്രം ചെയർ നമ്മൾ പോകുന്നത് എന്തുവായത്. സോ ഈ ചെയറിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് UUC ആണ്. മേഘ ചേച്ചി മേഘ ചേച്ചി 3rd ഇയറിൽ UUC ആയി. ആൻഡ് യു കെയിം ബാക്ക് ടു ഹിയർ. വൈ ഡിഡ് യു കെയിം ബാക്ക്? വൈ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇവിടെ വിട്ടു പോകാൻ എനിക്ക് ഒട്ടും തോന്നിയില്ല. ബിക്കോസ് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, STC ഇസ് എ വികാരം. അതെനിക്ക് ഈ യൂണിയനും തന്നതാണ്, ഈ കോളേജും തന്നതാണ്. ഐ തിങ്ക് ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് എല്ലാവരും കാരണം തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത്. വിനോദ് സർ, എൻ്റെ ഗുരു, എല്ലാവരും കാരണമാണ് ഞാൻ തിരിച്ചു വന്നത്. ആൻഡ് ഐ എം ആക്ച്വലി എനിക്ക് ഇപ്പോഴും പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ തിരിച്ചു വന്നെന്ന്. ബട്ട് ദെൻ ഐ ഹോപ്പ് ദറ്റ് ഇറ്റ്സ് അതെ ഇനി 2 വർഷം കൂടെ ഉണ്ട്. The 2 years are going to be fun and amazing and I pray to God for that. Yes, and ആ UUC ആയിട്ടിരുന്ന കഴിഞ്ഞ വർഷത്തെ യൂണിയനിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള എക്സ്പീരിയൻസസ് ഒക്കെ Okay. ക്യാമ്പയിൻ തൊട്ടിട്ട് തുടങ്ങേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. അല്ല, ഞാൻ യൂണിയനിൽ കയറിയപ്പോൾ തൊട്ട്
ഒരു ഹാഫ് വരെ ഞാൻ എൻ്റെ UUC ഡ്യൂട്ടീസ് ഫുള്ളും ഓടിക്കളിച്ച് ഫുൾ ഉഷാറോടെ ചെയ്ത് നടന്ന ആളാണ്. പക്ഷെ ഒരു ഹാഫ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കഥാപ്രസംഗത്തിന് ഓഡിഷൻ ചെയ്യാൻ പറഞ്ഞ സൗമ്യ മാം. എന്നിട്ട് സെമിനാർ ഹാളിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മേഘയും വിനോദ് സാറും ബിമ്മറിന് എടുത്തു വരേണ്ട ഒരാളാണ് എന്റെ കഥാപ്രസംഗത്തിൽ. മുസീന ഹനാൻ, ഞാനും ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ PG റെപ്പ് മുസീന ഹനാനും വിനോദ് സാറും, പിന്നെ നമ്മുടെ ഡീൻസ് ഇടയ്ക്ക് വരുമായിരുന്നു, സൗമ്യ മാം വരുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെതായ കുറേ ഒരു മൽപ്പിടുത്തം എനിക്ക് തന്നെ പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. സോ അതിനൊക്കെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ചെയ്ത് ആ സെമിനാർ ഹാൾ 4 ചുവരുകളുടെ ഉള്ളിലായിരുന്നു എൻ്റെ ആ കുറച്ച് ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ഓഫ് UUC era. ബട്ട് സ്റ്റിൽ ഇവരൊക്കെ എന്നെ മാക്സിമം എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്തു. ചിലതിനൊന്നും പോണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ വാ നമുക്കിതിന് ചെയ്യാം, പണിയെടുത്തോ കോളേജിലേക്ക് ചില ആൾക്കാർ വരില്ല പറഞ്ഞു, പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പ്രാക്ടീസ് കട്ട് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ വരാണ്ടിരിക്കായിരുന്നു. എന്നിട്ട് നമ്മൾ നിർബന്ധിച്ചു. സോ പക്ഷെ മൊത്തം എടുത്ത് നോക്കുമ്പോ ഇറ്റ് വാസ് അമീഷ് ഒരു വേർഡ് യൂസ് ചെയ്യും, റോളർ കോസ്റ്റർ ഓഫ് എൻ എക്സ്പീരിയൻസ്. സത്യം അതായിരുന്നു. സോ ഫ്രം UUC നമ്മൾ പോകുന്നത് നേരെ വൈസ് ചെയറിനെ കുറിച്ച് പറഞ്ഞാല് നമുക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് നമുക്ക് അറിയാം. ഓഫ് കോഴ്സ് ആനി നമ്മുടെ ക്ലാസ്മേറ്റ് ആണ്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ഞങ്ങള് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് തിങ് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ ക്ലാസ് റെപ്പ് ആയിട്ട് 3 പേര് കൈവക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ പൊക്കി, ആനി പൊക്കി, ദിയ പൊക്കി. ഞങ്ങൾ 2 പേരും ഒരുമിച്ചായിരുന്നു ക്ലാസ് റെപ്സ് ആയിരുന്നത്. ആൻഡ് ഓൾ ഓഫ് എ സഡൻ 3 ക്ലാസ് റെപ്പ് പറഞ്ഞു. 3 പേരായിരുന്നു. നമ്മൾ 47 പേരെന്തോ ഉള്ള കാരണം 3 ക്ലാസ് റെപ്സ്. അത്ര നല്ല കുട്ടികളായതുകൊണ്ട് മേക്കാൻ കുറച്ച് കഷ്ടപ്പാടുള്ളതുകൊണ്ടും അതെ ആനി കൈപൊക്കി. ആൻഡ് എലക്ഷന് ഉള്ള എന്താ ഡിക്ലറേഷൻ വന്നപ്പോൾ I mean അതിനുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും അതിനും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഫസ്റ്റ് റെപ്പായിട്ട് കൊടുക്കാതൊക്കെ പേരൊക്കെ ഓർത്തിരിക്കുമ്പോൾ ദേ ആനി ജോസഫ് കയ്യാലൊക്കെ അവിടെ വന്നു. ഇത് വിടത്തിൽ ഇത് പുറകെയുണ്ട് അങ്ങനെ. ഓക്കെ ഞാനെന്താ വെച്ചാൽ ഓക്കെ വേണ്ട ആനി പോട്ടെ ഓക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ബട്ട് ആ എല്ലാ എനർജിയും നമ്മൾ ആനിയുടെ ക്യാമ്പയിനിൽ തീർത്തിട്ടുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ഈ സ്കൂൾ അന്നയുടെ ക്യാമ്പയിനിങ് കാരണം മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഇയറിൽ ജയിച്ചത്. അല്ല അതിൽ എനിക്ക് കുറച്ചധികം അഭിമാനവും അഹങ്കാരമുണ്ട്. കാരണം വരുന്നല്ല ഈ സ്കൂളിലെ കൊച്ചു കുട്ടികളെ കൊണ്ട് വരെ ഈ അപ്പുറത്തെ കുട്ടികളുടെ വരെ മനസ്സിൽ ഞാനായിരുന്നു. അവളുടെ ഒരു ടാഗ് ലൈൻ ആയിരുന്നു, ഊണിലും ഉറക്കത്തിലും. പിള്ളേരെ കൊണ്ട് നമ്മളത് പറയിപ്പിച്ച് എന്നിട്ട് നമ്മള് സ്റ്റോറി കിട്ടപ്പെട്ടു പിള്ള മനസ്സിൽ കള്ളമില്ല, പിള്ള മനസ്സിലും ആനി. അങ്ങനെ നമ്മള് ജയിപ്പിച്ചെടുത്ത ആളായിരുന്നു ആനി. ആൻഡ് ഓഫ് കോഴ്സ് ആ ഫസ്റ്റ് ഇനീഷ്യൽ ഒരു 1 month മാത്രമേ നമ്മൾ ആനിയെ കണ്ടുള്ളൂ. പിന്നെ ആനിനെ ആണ്ടിലും സംക്രാന്തിയിലൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ കാണാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ വരുമ്പോഴത്തേക്കും വൈസ് ചെയർപേഴ്സൺ. ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത് ആനി ചെയർ ആയിരിക്കും നിൽക്കാൻ പോകുന്നതായിരുന്നു. പക്ഷേ ആനി എന്തായാലും വയസ്സാണെങ്കിൽ വയസ്സ് ആള് ജയിച്ചു. ഐ സ്റ്റിൽ റിമെമ്പർ. അതും എനിക്കെല്ലാം സ്റ്റിൽ റിമെമ്പർ ആണ്. ആനി ഫുൾ കോൺഫിഡന്റ് ആയിരുന്നു ആ സമയത്ത്. ആനി ഇങ്ങനെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടായിരുന്നു മറ്റേ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത്. ബാക്ക് ബോൺ ഞങ്ങളാണ്. ഇത്രയും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സും ഫ്രണ്ട്സും എനിക്ക് എന്തും ടെൻഷൻ. സോ നമ്മള് ചെയർപേഴ്സണെ കുറിച്ച് പറഞ്ഞു, UUC പറഞ്ഞു. അവിടെ ഓൾറെഡി എൻട്രികളെ സാരൊക്കെ ഓൾറെഡി ഇട്ടു. യെസ് ഹിയർ വി കം ടു അവർ ജനറൽ സെക്രട്ടറി. യെസ് സേറ അബ്ദുള്ള. യെസ് ചേച്ചി പറയൂ. പേര് വിളിക്കുന്നേക്കാ ഞാൻ വിളിക്കട്ടെ. ചേച്ചി ആദ്യമേ പറഞ്ഞിരുന്നു ചേച്ചിയുടെ പേര് ചേച്ചിക്കന്നെ പറയുന്നത്. അപ്പൊ ചേച്ചി അത് പറയണം. ആ ഒരു വോയിസിൽ ആ ഒരു ഇന്റൻസിറ്റിയിൽ ചേച്ചി തന്നെ പറഞ്ഞു. വോയിസ് ആണ്. അതെ അത് നമുക്ക് അടുത്ത പ്രാവശ്യം പറയുമ്പോ പറഞ്ഞോ എന്തായിരുന്നു പറയണ്ടേ? ഞാൻ ഹായ്, ഐ എം സെഹ്റ ബി അബ്ദുള്ള ആൻഡ് ഐ എം ദി ജനറൽ സെക്രട്ടറി ഓഫ് സെയിന്റ് ജീസസ് കോളേജ്. ടു ബി ഓണസ്റ്റ് നമ്മൾ ആ ഒരു സാധനമായിരിക്കും ഇനി അടുത്ത യൂണിയനിൽ ചിലപ്പോൾ മിസ് ചെയ്യാൻ പോകുന്നത്. Of course, because ചേച്ചി പറയൂ എങ്ങനെയാണ് ജെൻസെക് എങ്ങനെയുണ്ടായിരുന്നു?
ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് യൂണിയൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് ഓൾവേസ് മൈ ഡ്രീം ടു ലൈക്ക് ബി ഇൻ എ യൂണിയൻ. അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഇയറിൽ നിന്നത്, പക്ഷെ ഞാൻ ജയിച്ചില്ല. അപ്പം ഞാൻ സെക്കൻഡ് ഇയർ റെപ്പായിട്ട് നിന്നു, പക്ഷെ ഞാൻ ജയിച്ചില്ല. അപ്പോൾ തേർഡ് ഇയർ ആയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ നിൽക്കത്തില്ല എന്ന്. പക്ഷെ ഞാൻ കുറച്ചും കൂടി വലിയ പോസ്റ്റിലോട്ട് അപ്പം ഞാൻ ഞാൻ തളരത്തില്ല. ബാക്ക് വിത്ത് ദ ബാങ് ആയിട്ട് ഞാൻ ജെൻസെക്കിന്റെ പോസ്റ്റിന് തന്നെ. അപ്പം ഒബ്വിയസ്ലി ഐ ഹാഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ അറൌണ്ട് മീ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഐ ഹാഡ് ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷേ ഈ അമീഷനെമാരി എല്ലാ ക്ലാസ്സിലും പോയി സംസാരിക്കാനെന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല. മോർ ഓഫ് ഇത് ഞാൻ കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ചെയ്ത് അങ്ങനെ വന്നതായിരുന്നു. ആൻഡ് അമീഷനെ എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇഫ് ഐ സേ നൗ ഇപ്പം എൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 3 പേര് ഇവർ തന്നെ ആയിരിക്കും. ഞാൻ ഇത്രയും ക്ലോസ് ആവാൻ ഒരു ഇതുണ്ടായത് വാസ് ബിക്കോസ് വി ഡിഡ് എവറിത്തിങ് ടുഗെദർ. വൺ തിങ് അബൌട്ട് യൂണിയൻ ഇസ് ദാറ്റ് നമ്മൾ ഒരിക്കലും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കുറേ പേര് ഞാൻ മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജെൻസിക്ക് ആയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു ഹാൻഡിൽ എല്ലാം ഒറ്റയ്ക്ക്. ദ മെയിൻ റീസൺ ലൈക്ക് ദ മെയിൻ തിങ് വാട്ട് ഒരു ജെൻസിക്ക് ഹാസ് ടു ഡു ഇസ് ഹാൻഡിൽ ദ മണി ഓഫ് യൂണിയൻ. അപ്പം സത്യം പറയാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ 10 പൈസ ഉണ്ടാവില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഹാൻഡിൽ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കും വാവ് സെന്റ് ജീസസ് യൂണിയന് ഇത്രയും കാശൊന്ന്. പക്ഷെ അറിയുന്ന ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, കുറേയൊക്കെ ചിലപ്പോൾ നമ്മുടെ നിന്നായിരിക്കും പോകുന്നത്. ജെൻസെക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ഡ്യൂട്ടി ഈസ് ടു ഹാൻഡിൽ മണി. ആൻഡ് ഷീ ഡിഡ് ദാറ്റ് സോ വെൽ. ഭയങ്കര സൂപ്പർ ആയിട്ട് ചെയ്തു. അതാണ് ഞങ്ങളുടെ യൂണിയൻ രക്ഷപ്പെട്ട് ഒരു കരയ്ക്ക് എത്തി. അല്ല കുറേ മണി നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് കുറേ മണി പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക് ഈ സ്പോൺസർഷിപ്സ് ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ആരും വിളിച്ചാൽ തന്നെ നമുക്ക് പൈസ എടുത്ത് തരുത്തുന്നുണ്ടായിരുന്നു. നമുക്ക് പൈസ ചെലവാക്കണ കുറച്ച് കുറേ ഏറ്റവും കൂടുതൽ ഞാൻ പിശുക്കാവാൻ കാരണം യൂണിയനാ തോന്നുന്നു. ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ വരെ ഞാനാണ് ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ ജോലി. കഫേയിലെ ചെല്ല യൂണിയൻ പറ്റെന്ന് പറഞ്ഞ കുറെ സാധനങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് അവസാനം പേടിയാണ് ഇതിന്റെ അടുത്ത് കുറച്ച് അപ്പം ടു ബി ഓണസ്റ്റ് ജെൻസിനെ കുറിച്ച് ഭയങ്കര a very amazing experience I would say with everyone എല്ലാരെയായിട്ടും. and like the respect that you get അത് നമ്മൾ I used to think that നമ്മളങ്ങനെ ആരോടും ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ അങ്ങനെ ആരോടും മിണ്ടാത്ത ഒരാളായിരുന്നു എന്ന്. പക്ഷേ യൂണിയനിൽ വന്നപ്പോൾ തൊട്ട് ഫസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്ന പേര് വാസ് റൂഡ് സെഹ്റ. എൻ്റെ മുഖം കണ്ട് കുറേ പേര് പറയുന്നു ഞാൻ ഭയങ്കര റൂഡാണ്, ഞാൻ സംസാരിക്കത്തില്ല എന്ന്. പക്ഷേ അപ്പോൾ വിഷമം തോന്നിയിരുന്നെങ്കിലും പിന്നെ there was a lot of people വന്ന് നമ്മളോട് പറയുന്നു ചേച്ചി സുഖമാണോ, ചേച്ചി ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിരിക്കുന്നത് കാണാമല്ലോ, ചേച്ചിക്ക് ഹെൽപ്പ് വേണോ. അതൊക്കെ ചോദിക്കുമ്പം ഈവൻ ഇഫ് ഇറ്റ് വാസ് എ സ്മോൾ തിങ് ആ ഒരു ഇത് കിട്ടുമ്പം ഇറ്റ് വാസ് ഭയങ്കര ഹാപ്പി. ആൻഡ് ഐ വുഡ് സേ അതൊക്കെ യൂണിയൻ ഉള്ളതുകൊണ്ട് മാത്രം കുറേ പേരോട് സംസാരിക്കാൻ പറ്റി. ഒരു എക്സ്പോഷർ കിട്ടി, ലൈക്ക് എ വെരി ബിഗ് എക്സ്പോഷർ. ഇപ്പോൾ കോളേജ് കഴിയുമ്പം ഐ ക്യാൻ ഭയങ്കര കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് ലൈക്ക് ഇനി ഞാൻ എവിടെ ഇട്ടാലും ഞാൻ ജീവിച്ചു പോകും. കാരണം അങ്ങനത്തെ എക്സ്പീരിയൻസസ് എനിക്ക് കോളേജിൽ കിട്ടിയാലും ചെയറും ഒരു മൂലം കിട്ടിയാലും we know how to sleep in that. we are prepared for everything. കറേക്കൾക്കാരായിരുന്നു ഞങ്ങൾ. അപ്പോൾ we are prepared for everything that's ഇപ്പൊ yet to തന്നെ come. ഒരു ഇവന്റിനൊക്കെ പോവാണെങ്കിൽ ലൈക്ക് ഞാനൊരു കോൺസെർട്ടിന് പോകുമ്പോ നമുക്ക് എനിക്ക് ആ പാട്ട് എൻജോയ് ചെയ്യുന്നതിന് പകരം ഞാനിങ്ങനെ ഇവരിത് ഈ ലൈറ്റ് സൗണ്ടിനൊക്കെ എത്ര പൈസ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മേടിച്ച നമ്മള് വാങ്ങിച്ചതിന് ഇത്രയായിരുന്നു, ഇവർക്ക് ഇത്രയ്ക്ക് കൊടുത്തതാണ്. മറ്റേ ഇൻഫ്ലോറിന് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോ സ്റ്റേജ് കണ്ടപ്പം ഇത്ര ഈ LED ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എത്ര രൂപ ഡിസൈൻ ഉള്ള LED. അപ്പൊ പിന്നെ ഇത്രയും പൈസക്കുള്ള LED ഒക്കെ ഇവര് മറ്റേ സാധനം വെച്ചിട്ടുണ്ട്, കുഞ്ഞ് way of thinking had changed. ആനി ഞങ്ങളുടെ അജിച്ചേട്ടൻ 2.0 ആയിരുന്നു. അജിച്ചേട്ടൻ ആരാന്ന് പറയണ്ടേ? അയ്യോ അയൺമാൻ ഓഫ് സെൻസറീസ് ശരിയാക്കണ ഒരാളാണ്. അതെ. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ STCനെ കുറിച്ച് ബാക്കിയുള്ള ചുറ്റുമുള്ള കോളേജസ് സത്യത്തിൽ കുറച്ച് അസൂയയുടെ ഒരു കണ്ണി കൂടെ നോക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഓഫ് കോഴ്സ് ഉണ്ട് ഇല്ലേ? ഏറ്റവും അടുത്തുള്ള കോളേജസിനെ പോലെ നോക്കിയാൽ പോലും ഇപ്പോൾ ഇവന് ഒരു കലോത്സവത്തിന്റെ കാര്യമായിക്കോട്ടെ, പ്രോഗ്രാംസിന്റെ കാര്യമായിക്കോട്ടെ, വേറെ ആരെയും ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ കോളേജിന്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവൻ കോമ്പറ്റീഷൻസിന് പോയിക്കോട്ടെ, എവിടെ ചെന്നാലും STC എല്ലായിടത്തും, അതും ഈ പെൺകുട്ടികൾ മാത്രമുള്ള കോളേജിൽ നിന്ന് ഇവർ ഇത്രയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഇവര് നേടിയെടുക്കുന്നുണ്ടോ എന്ന് ഓഫ് കോഴ്സ് ഒരു അസൂയയുടെ കണ്ണൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. സോ നിങ്ങൾ എങ്ങനെയാണ്? പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പോലും മറ്റു കോളേജ് ഒരു റൈവലറി ഇടയ്ക്ക് ഉണ്ടെന്ന് പുറമേ ഒരു സംസാരം ഉണ്ടെങ്കിലും ഐ ഗസ് നിങ്ങൾ തമ്മിൽ മറ്റു കോളേജുകളിലെ യൂണിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കോളേജുകളിലെ ആൾക്കാരുമായിട്ട് ഐ തിങ്ക് യു ഗൈസ് ഹാവ് എ വെരി ഗുഡ് പിന്നെ ഈ കൊല്ലം ഫോർമൽ ബന്ധങ്ങൾ ലൈക്ക് പ്രോപ്പർ പ്രൊഫഷണൽ ബന്ധം
കുറച്ചും കൂടി റൈവൽറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രാവശ്യം പക്ഷെ it was ദിസ് very ടൈം sweet. യൂണിയൻ റൈവൽറി ഹെൽത്തി കോമ്പറ്റീഷൻ ഹെൽത്തി കോമ്പറ്റീഷൻ സ്റ്റേജിൽ റൈവൽറി. പക്ഷെ പുറത്ത് we had a very good rapport with all the അതായത് അവർക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ട് സംഭവിച്ചിട്ട് നമുക്ക് കിട്ടണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ SH ആയിട്ട് ക്ലോസ് ആയത് എപ്പോഴാന്ന് വെച്ചാൽ അവരുടെ നാടകോത്സവത്തിന് അവർക്ക് നാടകത്തിന് തേർഡ് ആയി പോയി കഴിഞ്ഞപ്പോഴാണ്. അപ്പം എന്താ അപ്പോൾ അത്രയും നാളെ വിവർ ലൈക്ക് SH അത് മഹാരാജാസ് ചെയ്തു. മഹാരാജാസിനോട് നമുക്ക് അപ്പോഴും കുറച്ച് ഇതുണ്ടായിരുന്നു. കലോത്സവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെയും മഹാരാജാസായിട്ട് കുറച്ച് ക്ലോസ് ആയത്. അപ്പം SHന്റെ നാടകം സൂപ്പർ ആയിരുന്നു. ആ നാടകം വാസ് സോ ഗുഡ്. അപ്പൊ അവർക്ക് തേർഡ് ആയി പോയി. അപ്പൊ വി ഓൾസോ ഫെൽറ്റ് ബാഡ് ആയി. ഞങ്ങളുടെ കൂടെ നല്ലോണം പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്. കാരണം അവരുടെ കുറെ തീയൊക്കെ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരുടെ കുറെ പിള്ളേരൊക്കെ കരയണു. നാടകം കഴിഞ്ഞപ്പോൾ അവരെല്ലാ പാർട്ടിസിപ്പൻസും ഒക്കെ കരയണു. അപ്പൊ ഐ ഫെൽറ്റ് സോ ബാഡ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബാഡായി അവര് കരയണ കണ്ടപ്പോൾ. വി വർ ലൈക്ക് ഞങ്ങളുടെ കൂടെ സെക്കൻഡ് ഷെയർ ചെയ്താൽ പോലും ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ദേ ഡിസേർവ് ബെറ്റർ എന്നുള്ള ഒരു സാധനം ഞാൻ എന്നിട്ട് അവരുടെ ചെയർപേഴ്സണെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ വി ഹാഡ് എ ഗുഡ് ബന്ധം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നല്ല ചിരിക്കണോ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നല്ല ബന്ധമായിരുന്നു. SH വി വർ വെരി ക്ലോസ് വിത്ത് ദം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കലോത്സവം കഴിഞ്ഞപ്പോഴത്തേനും മഹാരാജാസ് ആയിട്ട് നമ്മൾ ക്ലോസ് ആയി. മറ്റ് കോളേജസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് കോളേജസിന് ഒബ്വിയസ്ലി അവർക്കൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അങ്ങനെ വരുന്ന നമ്മുടെ കോളേജസിൽ നമ്മൾ പാർട്ടീസ് അങ്ങനെ ഇത് ചെയ്യുന്നില്ലല്ലോ. അപ്പം ബാക്കിയുള്ള കോളേജസിൽ പാർട്ടീസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഓൾറെഡി ആ ഒരു ലൈക്ക് ദേ ഹാവ് അത്രയും ആൾക്കാർ ബിഹൈൻഡിൽ തന്നെ. അപ്പൊ നമ്മുടെ കോളേജിൽ ആകെ ഈ 12 വിമനാണ് യൂണിയനിൽ നിൽക്കണേ. അപ്പൊ എല്ലാവർക്കും ഒരു കുശുമ്പുണ്ടാവും എങ്ങനെ നടത്തി എടുക്കാനാന്നുള്ള. പക്ഷെ നമ്മൾ നടത്തി കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ പ്രൊമോഷൻ നാടകോത്സവം പ്രൊസഷൻ. നമ്മുടെ പാർട്ടിക്കാര് കൂടെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഞങ്ങളുടെ സ്റ്റുഡൻസ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്താണല്ലോ യൂണിയൻ. കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടി ഇലക്ഷൻസ് നടക്കുമ്പോൾ ദേ ഓൾറെഡി ഹാവ് ഇത്രയും വോട്ട് ഉറപ്പാണ്. നമ്മുടെ പാർട്ടിയാണ് ഇത്രയും ആൾക്കാർ പാർട്ടി വോട്ട് ഉറപ്പാണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത്ര എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് STC യൂണിയനിൽ ഒരു മെമ്പർ ആകാൻ പറ്റത്തുള്ളൂ. അല്ല അതാണ് അതിലൊരു ട്രൂത്ത്. ഐ മീൻ ലൈക്ക് വേറെ നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പം മറ്റു കോളേജിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എത്ര കഴിവില്ലെങ്കിലും ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്താൽ നിൽക്കുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. പാർട്ടി വന്നാലും ജയിക്കും അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ വേറെ കോളേജസിലൊക്കെ ഇപ്പം ചെറുക്കന്മാരുണ്ട് യൂണിയനിൽ. എന്നാലും ഒരു എക്സാമ്പിൾ ആയിട്ട് ഞങ്ങൾ നാടകോത്സവം പ്രൊസഷന് പറയാം. ഇത്രയും കോളേജസ് ഉണ്ടായിട്ട് പോലും നാടകോത്സവത്തിന്റെ പ്രൊസഷൻ നടത്തിയത് നമ്മുടെ ആക്ച്വലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നാടകോത്സവത്തിന് പ്രൊസഷൻ വന്ന ആൾക്കാർക്ക് അറിയാം അതിലെ ഒരു നമ്മളായിരുന്നു. നമ്മളവിടെ ചെന്ന് ഞങ്ങൾ മറൈൻ ഡ്രൈവിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. മഹാരാജാസിലെ ഞങ്ങൾ നാടകോത്സവത്തിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രൊസഷന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ഓരോ കോളേജിലെ ചെയർപേഴ്സൺ എണീച്ചിട്ട് അവരുടെ കോളേജിൽ നിന്ന് എത്ര ആൾക്കാരുണ്ടാവും, എന്ത് പരിപാടി കണ്ടക്ട് ചെയ്യാൻ പോണെന്ന് പറയാം. അപ്പൊ മറ്റേ SH ആൾക്കാർ എത്രയാ പറഞ്ഞത്? 1000 പറഞ്ഞത് മഹാരാജാസ് ആണ് 1000 പറഞ്ഞത്. ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലോ കോളേജ് പറഞ്ഞു അവർക്ക് ആൾക്കാർ കുറവായോണ്ട് അങ്ങനെ എന്തോ. പിന്നെ മഹാരാജാസ് പറഞ്ഞു 1500 എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എണീച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കോളേജിൽ നിന്ന് 2500+ സ്റ്റുഡൻസ് എന്തായാലും ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കാണണമല്ലോ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കോളേജിൽ നിന്ന്. പിന്നെ അത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഫാഷൻ ടീം ഉണ്ടാവും, ഡാൻസ് ടീം ഉണ്ടാവും. ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പ്രൊസഷന്റെ ദിവസമായി. അപ്പം തലേദിവസമൊക്കെ ഞങ്ങളൊരു മീറ്റിംഗ് വെച്ചായിരുന്നു പിള്ളേരുടെ അടുത്ത് ഫുൾ യെല്ലോ ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അടുത്ത ദിവസമായി കഴിഞ്ഞിട്ട് രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ പിള്ളേരും വേറെ കളർ പോയി എല്ലാം തീർന്നു വിചാരിച്ചു. പക്ഷേ തലേദിവസം എല്ലാരും ചേച്ചി മഞ്ഞ നമ്മളിപ്പോ പറയാ ചുമന്ന ഉടുപ്പിട്ടിട്ട് വരാനായി എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാ ഓറഞ്ച് ഇട്ടാ കുഴപ്പമില്ല. ഒരു ചുമന്ന കുത്തുള്ള ഇതിലുള്ള കുഴപ്പമുണ്ടോ, ചുമന്നതിൽ ഒരു പിങ്ക് കുത്തുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ, ഓറഞ്ചിന്റെയും പിങ്കിന്റെ ഇടയിൽ കിടക്കണാണെങ്കിൽ പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊസഷന് വേണ്ടി മറൈൻ ഡ്രൈവിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വെൻ ഐ ലുക്ക് ഇൻ ടു ദാറ്റ് ഗ്രൗണ്ട് അവിടെ നിന്ന് നിറച്ചും പിള്ളേർ
ആക്ച്വലി മെയ്ഡ് ഇറ്റ് അങ്ങനെ They actually brought വേറെ ക്ലോത്ത്സ് പ്രൊസഷന് വരുമ്പോ മാറ്റിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളാണ് വൺ ഡേ സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ പ്രൊസഷന് നോ സ്പീക്കർ, നമ്മളാണ് സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത്രയും ഹോൾ പ്രൊസഷന്. നമ്മൾ പിന്നെ അവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗ്രൗണ്ടും മൊത്തം മീഡിയക്കാരൊക്കെ വന്ന് നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. Puliga, 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 puliga.